പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 21 വെള്ളിയാഴ്ച. ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് ധ്യാനിക്കാനുള്ളൊരു ദിവസം. കുത്തിത്തുറക്കപ്പെട്ട അവിടുത്തെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന തിരുച്ചോര തുള്ളികളാൽ നമ്മെ ശിരസ്സു മുതൽ ഉള്ളങ്കാൽ വരെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമ്മോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടാകട്ടെ. ഇന്നത്തെ നിയോഗങ്ങളെ ദിവ്യകാരുണ്യീശോയുടെ കാൽ കീഴിലേക്ക് സമർപ്പിച്ച് തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുവചനം എന്ന് ധ്യാനിക്കാം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. ലോകകാര്യങ്ങൾ പറയുമ്പോൾ വാചാലരാകുന്ന പലരും ദൈവീകമായ കാര്യങ്ങൾ പറയുമ്പോൾ നിശബ്ദരാകുന്നത് കാണാനിട വന്നിട്ടുണ്ട്. ഒരു ഹല്ലേലൂയ പറയാൻ, ഒരു പ്രൈസ് ദി ലോർഡ് എന്ന് പറയാൻ നാണക്കേട് വിചാരിക്കുന്ന ക്രിസ്ത്യാനികൾ ഒരുപാടുണ്ട്. എന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ, എൻ്റെ മുമ്പിൽ ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ കർത്താവ് മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടായാൽ പിന്നെ ആ കർത്താവിൻ്റെ വചനം പറയാനും അവന് വേണ്ടി ഹല്ലേലൂയ പറയാനും എനിക്ക് യാതൊരു ലജ്ജയും തോന്നുകയില്ല. എൻ്റെ കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഓരോ മക്കൾക്കും ജീവിക്കുന്ന അങ്ങയെ കാണാനും അനുഭവിക്കാനും കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോയെ അനുഭവിച്ചറിയാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേർന്ന ഓരോ മക്കൾക്കും കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോയുടെ സംരക്ഷണവും കൃപയും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.